കാരണം വേറെ ഒരു ചാനലിലും ഈ വാർത്ത ഇല്ല. അത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് എന്ത് വന്നാലും പ്രശ്നമല്ല. ലോകത്ത് ആദ്യമായിട്ട് സുനാമി റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ വിഷനാണ്. പിന്നെ BBC നമ്മളും തമ്മിൽ ഏകദേശം ഒരു 10-20 സെക്കൻഡിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ സ്ഥാപനത്തെ കൊന്നു എന്നാണ് അർത്ഥം. ഇപ്പം ഇന്ത്യ വിഷന്റെ പിന്നെ പ്രവർത്തനം സർക്കാർ അവസാനിപ്പിക്കുമ്പോൾ ഒരു 4 കോടി രൂപയുടെ പിന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങേ ഉള്ളൂ. അസറ്റ് ഫ്രീസ് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു, അത് നടത്തുന്ന ആളെ പിടിച്ച് ജയിലിലിടുന്നു. എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഓഫീസറോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? അവർക്ക് കൃത്യമായിട്ട് പൈസ മേടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതൊന്നും മോശം ശമ്പളമൊന്നുമില്ല. അന്നത്തെ ശേഷമാണ് എനിക്ക് തോന്നുന്നത് പിന്നെന്താ പറയുക, ഇന്ത്യ വിഷന്റെ ചരിത്രത്തിലെ വൻ ബ്രേക്ക് ന്യൂസുകളൊക്കെ അതിന് ശേഷമായിട്ടുണ്ട്. ഇപ്പൊ അജ്മൽ കസബിന്റെ ബോംബെയിലുള്ള അജ്മൽ കസബിന്റെ തൂക്കിക്കൊല അന്ന് ആദ്യത്തെ റിപ്പോർട്ട് ചെയ്തു. ലോകത്ത് ദിലീപ് കുമാറാണ് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാർത്ത എയറിൽ രാവിലെ അജ്മൽ കസബിനെ തൂക്കിക്കൊന്നു എന്നുള്ള ബ്രേക്കിംഗ് കൊടുക്കുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നെന്താ പറയുക, ഉള്ളു കലങ്ങിപ്പോയിരുന്നു. കാരണം വേറെ ഒരു ചാനലിലും ഈ വാർത്ത ഇല്ല. നാഷണൽ മീഡിയയിലോ ആരും ഈ വാർത്ത കൺഫേം ചെയ്തിട്ടില്ല. ഫസ്റ്റ് ബ്രേക്കിംഗ് ആണ്. അപ്പൊ ദിലീപിനെ വിളിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട്, ദിലീപ് ഈ വാർത്ത നമ്മൾ കൊടുത്താല് ചീറ്റിപ്പോയാലേ ദിലീപ് അല്ല പണി പോകുന്നത്. ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനം അന്ന് സെൻട്രൽ ഗവൺമെന്റ് പൂട്ടിക്കും. കാരണം അതൊരു അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തില് ഒരു പിന്നെന്താ പറയാ ഇന്റർനാഷണൽ സംഗതിയാണല്ലോ. വിദേശിയായ ഒരു പിന്നെ എന്താ പറയാ ഒരു പൗരനാണല്ലോ അജ്മൽ കസബ്. അയാളെ ഇന്ത്യയിലെ ഒരു ആക്രമണത്തിന്റെ കേസിൽ തൂക്കിക്കൊന്നു എന്ന് പറയുന്നതിന് പിന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അപ്പം എൻ്റെ അടുത്ത് ദിലീപ് പറഞ്ഞു, സാറേ 100% കൺഫേംഡ് ആണ്, അത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്നാണ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ടത്. അതാണ് ഇന്ത്യ വിഷന്റെ റിപ്പോർട്ടറും തമ്മിലുള്ള ബന്ധം. അതൊരു ഹൃദയബന്ധം കൂടി. അത് ഭയങ്കര ബന്ധ. ദിലീപ് അതിൻ്റെ ഒരു വാക്കിൽ പിന്നെ എനിക്ക് എന്ത് വന്നാലും പ്രശ്നമല്ല. ആ വാർത്ത വരുന്നു, ആ വാർത്ത വന്ന് ഓർക്കണം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ മിനിസ്ട്രി വെളിപ്പെടുത്തുന്നത്, ഇത് സ്ഥിരീകരിക്കുന്നത്. അതിന് ശേഷമാണ് മറ്റ് പിന്നെ വാർത്തകൾ. അപ്പോൾ അത്രയും പിന്നെന്താ പറയുക, ഇന്ത്യ വിഷന്റെ ന്യൂസ് ടീം അത്രയും കേപ്പബിൾ ആയിരുന്നു, അത്രയും സെൻസിറ്റീവ് ആയിരുന്നു, അത്രയും ഓതന്റിക് ആയിരുന്നു. അത് ഇപ്പം എന്താ പറയുക, ഇന്ത്യ വിഷൻ നിലച്ചിട്ട് ഈ 9 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇരുന്നിങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ഇന്ത്യ വിഷൻ ശരിക്കും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. പല സംഭവങ്ങളും ലോകത്ത് ആദ്യമായിട്ട് സുനാമി റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ വിഷനാണ്. ഈ നിർഭയ ആ കേസിൽ ആ പെൺകുട്ടിയുടെ മരണം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ വിഷനാണ്. ഈവൻ എന്താ പറയുക, യാസർ അറഫാത്തിന്റെ മരണം പോലും പിന്നെ BBC നമ്മളും തമ്മിൽ ഏകദേശം ഒരു 10-20 സെക്കൻഡിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത് പിന്നെ ഞാൻ എപ്പോഴും പറയും, അതായത് പിന്നെ ഇംഗ്ലീഷിൽ ഒരു വാർത്ത ടൈപ്പ് ചെയ്യുന്നതും മലയാളത്തിൽ ഒരു വാർത്ത ടൈപ്പ് ചെയ്യുന്നതും അത്രയും അക്യുറേറ്റ് ആയിരുന്നു. സദ്ദാം ഹുസൈൻ്റെ വിഷയം, സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത് ഇന്ത്യ വിഷൻ ഒരു ഫുൾ ഡേ ലൈവായിരുന്നു. ജോർജ് ബുഷിന്റെ പിന്നെ അന്ന് ചെരുപ്പോണ്ട് പറഞ്ഞത്, ഇതൊക്കെ അന്ന് ഇന്ത്യ വിഷൻ അന്ന് പിന്നെന്താ പറയാ, ഇവിടെ എങ്ങനെയാണോ ലോക്കൽ ഇഷ്യൂ കൈകാര്യം ചെയ്തത് അതേ ഇന്റൻസിറ്റിയോട് കൂടിയും അതേ ഓതന്റിസിറ്റിയോടും കൂടി ഇന്റർനാഷണൽ വാർത്തകളും ഇന്ത്യ വിഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ വാർത്തയും കയറി. അല്ല, ഈ ഇന്ത്യ വിഷന്റെ ഒരു വാർത്താ പാറ്റേൺ ആണല്ലോ പിന്നീട് തുടങ്ങിയ എല്ലാ വാർത്താ ചാനലുകളും കോപ്പി ചെയ്യുന്നത്. ഏതാണ്ട് അതേ രീതിയിലാണ് ആളുകളുടെ ഡ്രസ് പാറ്റേൺ ആയാലും ശരി, ആളുകളെ എങ്ങനെ ന്യൂസ് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഇപ്പോഴും അത് തുടരുകയാണ്. ഇന്ത്യ വിഷൻ തുടങ്ങി വെച്ച കുറേ സംഭവങ്ങൾ തുടങ്ങുന്നു. പക്ഷേ ഈ ഇന്ത്യ വിഷനെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പല രീതിയിലും നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണയ്ക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് വിജിലന്റ് ആവാതിരുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം പറഞ്ഞല്ലോ. ഒന്ന്, ഈ നമ്മൾ വിജിലന്റ് ആയി വരുമ്പോഴത്തേക്ക് ഈ സംഗതിയിലേക്ക്
സർക്കാർ കയറിയിട്ട് നമ്മളുടെ എല്ലാ അക്കൗണ്ട്സും എല്ലാ അസറ്റ്സും അറ്റാച്ച് ചെയ്ത് ഫ്രീസ് ചെയ്തു. എന്നെ പിടിച്ച് ജയിലിലിട്ടു. എങ്ങനെ ഒരു സ്ഥാപനം മുന്നോട്ട് പോകും? കാരണം ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടും അതിൻ്റെ അസറ്റ്സും സർക്കാർ ബന്ധാക്കി എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തെ കൊന്നു എന്നാണ് അർത്ഥം. ഒരു അടിയന്തരാവസ്ഥ കാലത്തെ അടിയന്തരാവസ്ഥയല്ല, നിങ്ങൾ തീർന്നു, അവസാനിച്ചു. നിങ്ങൾ തീർന്നു. നിങ്ങളുടെ വായി മൂടി മൂക്കും മൂടി. വേറെ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ സഹായിക്കാൻ ഒരു തയ്യാറാവില്ല, ഒരു ഇൻവെസ്റ്റർ തയ്യാറാവില്ല, ഒന്നും തയ്യാറാവില്ല. അല്ല, ഈ ഞാൻ ചോദിച്ചത് ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ചില തിരിച്ചടികളും പ്രശ്നങ്ങളും കുറച്ചു കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ പല വിധത്തിൽ ശമ്പളം മുടങ്ങാനൊക്കെ കാരണം മനഃപൂർവ്വം കൊടുക്കാതിരുന്നല്ലോ. അപ്പോൾ ഇത് ജീവനക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അല്ല, എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഷനിലെ സാമ്പത്തിക പരാധീനത എന്ന് പറയുന്നത്, പിന്നെ നിങ്ങൾ ന്യൂസ് ചാനൽ അല്ലെങ്കിൽ മീഡിയയിൽ അത്ര എന്താ പറയുക ഒറ്റപ്പെട്ടൊരു സംഭവമായിരുന്നില്ല. അല്ല, ഏഷ്യാനെറ്റ് അടക്കമുള്ള പ്രിന്റ് മീഡിയയിൽ വലിയ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഈ പത്രമായാലും ശരി ടെലിവിഷൻ ആയാലും ശരി അതിൻ്റെ ഓൺലി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ ഒരു അഡ്വർടൈസിങ് ബാക്കപ്പ് കേരളത്തിൽ ഇല്ല. കേരളത്തിൻ്റെ ടോട്ടൽ ആഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണെന്ന് മാത്രമല്ല അത് ഗ്രോത്ത് ഇല്ലാത്തത്. പിന്നെ മാത്രമല്ല ഏറ്റവും കൂടുതൽ ബാർഗെയിൻ ചെയ്ത് ഏറ്റവും ചെറിയ റേറ്റിന് ആഡ് കൊടുക്കുന്ന ഒരു സിസ്റ്റവും കൊണ്ടുവന്നു ഇവിടെ. അത് മലയാളികളുടെ സ്വഭാവം. കാരണം ഇപ്പോൾ 1000 രൂപയാണെങ്കിൽ നമ്മളത് 100 രൂപ കിട്ടുമെന്ന് തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അല്ല, ഈ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഞാൻ മലയാളികളെ അധിക്ഷേപിച്ചു എന്നുള്ളതല്ല, പക്ഷെ മലയാളികൾ ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഒട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയല്ല. ഇപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാളെയും കൂട്ടി നിങ്ങളൊരു ചായക്കട നടത്തുകയാണെന്നുണ്ടെങ്കിൽ 3-ാം ദിവസം നിങ്ങൾ കൂട്ടിയ ആൾ നിങ്ങൾ തൊട്ടടുത്തൊരു കട തുടങ്ങും. മനസ്സിലല്ലേ? എന്നിട്ട് നിങ്ങൾ പിന്നെ ചെയ്ത അതേ സാധനം അതേ പാറ്റേണിൽ ചെയ്യും, നിങ്ങളെക്കാൾ ₹1 കുറച്ച് കൊടുക്കും ചെയ്യും. അതുകൊണ്ടാണ് കേരളത്തിലെ ഒരു ബിസിനസ്സും ഡെവലപ്പ് ചെയ്യാത്തത്. കേരളം വലിയ കൺസ്യൂമർ മാർക്കറ്റ് ആണെങ്കിലും കേരളത്തിൽ ഏതാ ഒരു വലിയ ഇൻഡസ്ട്രി ഉള്ളത്? ഇൻഡസ്ട്രി ഇല്ല. ഇൻഡസ്ട്രി ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ കളിയൊക്കെ നമ്മൾ കളിക്കുന്നത്. മനസ്സിലല്ലേ? കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യ വിഷൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നത് ടെക്സ്റ്റൈൽസ് ബിസിനസ് ഉണ്ടായിരുന്നു, അത് റിയൽ എസ്റ്റേറ്റ് ഇതുണ്ടായിരുന്നു, ജ്വല്ലറികൾ പൈസ പമ്പായിരുന്നു, ആയുർവേദം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഈ അച്ചാർ അങ്ങനത്തെ അങ്ങനെ ഒരു കാലത്ത് നമുക്ക് തന്നെ ലജ്ജ തോന്നും. കാരണം ഈ പിന്നെന്താ പറയുക കുറിക്കമ്പനികളാണ് ഇവിടുത്തെ ചാനലുകളെ നിലനിർത്തുന്നത്. ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ ആൾക്കാർ അതാത് സീസണിൽ വന്നിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തി. അപ്പം മാത്രമല്ല ഇവരൊക്കെ ശരിക്കും നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 90 ഡേയ്സ് ക്രെഡിറ്റാണ്. കേരളത്തിലെ ഒരു ക്ലയൻറ്റും ഒരു സ്ഥാപനത്തിനും 90 ദിവസം കഴിയുമ്പോൾ പൈസ കൊടുക്കില്ല. അത് 360 ദിവസമാണ്. ഒരു കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്ക് പൈസ കിട്ടില്ല. പക്ഷേ ശമ്പളം കൊടുക്കേണ്ട കൃത്യം 30-ാം തീയതി നമ്മൾ കൊടുക്കണം. ടാക്സ് നമ്മൾ കൃത്യമായിട്ട് കിട്ടാത്ത പൈസക്ക് ടാക്സ് കൊടുക്കണം. ഇപ്പം ഇന്ത്യ വിഷൻ്റെ പിന്നെ പ്രവർത്തനം സർക്കാർ അവസാനിപ്പിക്കുമ്പോൾ ഒരു 4 കോടി രൂപയുടെ പിന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 4 കോടി രൂപ ഔട്ട്സ്റ്റാൻഡിങ്. അതേ സമയത്ത് നമ്മുടെ പ്രോപ്പർട്ടി അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 4 കോടി രൂപ കൊടുക്കാനുള്ള ഒരു സ്ഥാപനത്തിന് കംപ്ലീറ്റ് സംഗതികളെ അസറ്റ് ഫ്രീസ് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു, അത് നടത്തുന്ന ആളെ പിടിച്ച് ജയിലിലിടുന്നു. എന്താ ആത്യന്തികമായി സംഭവിക്കുന്നത്? 325 തൊഴിലാളികൾ അന്ന് ഇന്ത്യ വിഷനിലുണ്ട്. ഏകദേശം 100ഓളം പിന്നെ ഡ്രൈവർമാർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്യൂറോയിലുള്ള അനുബന്ധമായിട്ട് 100ഓളം സ്റ്റാഫ് വേറെ ഉണ്ട്. നമ്മൾ പിന്നെന്താ പറയുക ഡെയിലി വേജസിന് വെച്ചിട്ടുള്ള 100ഓളം സ്റ്റാഫ് ഉണ്ട്.
അതായത് 425 പേര്. പിന്നെ ഇന്ത്യ വിഷൻ കൊണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിപ്പോ അടുത്ത കടക്കാരനായാലും ശരി, പിന്നെന്താ പറയാ, കുറെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ, ബിൽഡിംഗ് വാടക. എൻ്റെ കണക്കില് ഒരു 600 ആള് പോട്ടെ, ഒരു 500 ആളെ കൂട്ടിക്കും. ഒരു യൂണിറ്റിനെ നമ്മളെപ്പോഴും ഒരു ഇൻകത്തിനെ നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ 4 ആളെ വെച്ചിട്ട്, ഭാര്യ ഭർത്താവ് 2 മക്കൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അച്ഛനമ്മ. ഇതാണല്ലോ ഒരു ഇൻകം എന്നുള്ള രീതിയിൽ. അപ്പൊ ഒരാൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, 4 ആൾ ജീവിക്കുന്നുണ്ട്. 500 ആള് എന്ന് നമ്മൾ വെച്ചോ. 500 ആള് എന്ന് പറഞ്ഞാല് ഇൻറ്റു 4 എത്രയായി? 2000 ആൾക്കാരുടെ ജീവിതം വഴിയാധാരാവുകയാണ് ഈ ഒരൊറ്റ തീരുമാനത്തോട്. ഇത് ഇന്ത്യയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല, ലോകത്ത് ഒരിടത്തും സംഭവിക്കില്ല. ഇത് വേറെ എവിടെങ്കിലുമാണ് സംഭവിച്ചെങ്കിൽ ഗവൺമെന്റ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാൻ ഞങ്ങൾ എന്ത് ഹെൽപ്പാണ് നടക്കുക. കാരണം എന്ന് വെച്ചാൽ 2000 ആൾക്കാർക്ക് ജീവിത വഴിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറക്കൊഴിയുന്നുണ്ടെങ്കിൽ, ഞാൻ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അലേർട്ടായി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാ? ഈ 2000 ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ, കോടതിയിൽ ചെന്ന് ഈ കാര്യമൊക്കെ പറയുമ്പോൾ കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കോടതി പറയുന്നത് സർക്കാരിന് കിട്ടേണ്ട പണം തന്നില്ലല്ലോ, അതിനെതിരെ നമുക്കൊരു വിധി തരാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. അല്ല, ഇതെന്തുകൊണ്ട് ഇത് ബോധ്യപ്പെടുത്താൻ പറ്റാതെ പോയ അങ്ങനെയാ? ഇത് അധികൃതരെ ബോധ്യപ്പെടുത്താന്ന് പറയുന്നില്ലേ? അല്ല, അതിന്റെ പിന്നില് ഒരു വലിയ ഗൂഢാലോചന അജണ്ടയുണ്ട്. അതുകൊണ്ടല്ലേ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഓഫീസറോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? എന്നെ അറസ്റ്റ് ചെയ്യുന്ന അതേ കാരണമുള്ള 50 ആളെ ഞാൻ ഈ പാലാരിവട്ടത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവർ മീഡിയ സ്ഥാപനമല്ലല്ലോ നടല്ല. 1.5 കോടി രൂപ അടച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, അന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ DAVP 10-60 ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തരാണ്ട് പരസ്യം ചെയ്ത വകയില് കേരള സർക്കാർ പൈസ തരാണ്ട്. ഏത് 90 ദിവസം കഴിഞ്ഞിട്ട് അതേ ആൾക്കാർ, അതേ ഉദ്യോഗസ്ഥന്മാര് നമ്മളോട് പറയുന്നു, നിങ്ങൾ ബില്ല് റേസ് ചെയ്തിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട്, അല്ല 30 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ സർവീസ് ടാക്സ് അടച്ചില്ല, കിട്ടാതെ പൈസക്ക് ടാക്സ് അടച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ജീവനക്കാരുടെ വിഹിതം അടച്ചില്ല എന്ന് പറഞ്ഞിട്ടൊരു വിഷയം ഉണ്ടായി. അല്ല, ജീവനക്കാരുടെ എന്താ പറയാ, ഇതേ പ്രശ്നം അതിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്തല്ല ശമ്പളം കൊടുത്തോണ്ടിരുന്നത്, കട്ട് ചെയ്ത് കൊടുത്ത കാരണമാണ് ശമ്പളം കൊടുത്തോണ്ടിരുന്നത്. അല്ല, PF ഇപ്പൊ ആകെ നമുക്ക് അല്ല പെൻഡിങ് എന്ന് പറയുന്നത് ഏകദേശം 1 കോടിയുടെ അടുത്താണ് പെൻഡിങ് ഉണ്ട്. അത് ഈ പെൻഡിങ് ഈ ക്രൈസിസ് പീരീഡിൽ ഉണ്ടായ പെൻഡിങ് ആണ് കൂടുതൽ. ദീർഘകാല പെൻഡിങ് അല്ലല്ല, ദീർഘകാല പെൻഡിങ്ങും ഇല്ല. ഇന്ത്യ വിഷനിൽ അങ്ങനെ സാലറി പെൻഡിങ് ഒന്നും അധികകാലമൊന്നും അല്ല. പക്ഷെ ഇന്ത്യ വിഷനിൽ സാലറി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആൾക്കാരും അവർക്ക് കൃത്യമായിട്ട് പൈസ മേടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതൊന്നും മോശം ശമ്പളമൊന്നുമില്ല. അന്നത്തെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നല്ല ശമ്പളം ഇന്ത്യ വിഷനിൽ നല്ല ശമ്പളം തന്നെയാണ് കൊടുത്തിരുന്നത്. ഈ ടെലിവിഷൻ വാർത്താ മേഖലയിൽ ഒരു എന്താ പറയാ, ഒരു അന്തസ് സെറ്റ് ചെയ്യുന്ന ഒരു സാലറി പാക്കേജ് ഇന്ത്യ വിഷൻ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് എല്ലാ കൊല്ലവും ഈ പറയുന്ന എല്ലാ ക്രൈസിസ് ഉണ്ടായിട്ടും, ഈ പറയുന്ന എല്ലാ തിരിച്ചടികൾ ഉണ്ടായിട്ടും കൃത്യം നമ്മൾ എന്താ പറയാ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് മറ്റ് സംഗതികൾ കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളും കൂട്ടത്തിൽ സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ MP ബഷീറിനെയാണ് നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ബഷീറാണല്ലേ യഥാർത്ഥം ഇത് അടച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നീക്കം ഉണ്ടായിരുന്നു? അത് ഇന്ത്യ വിഷന്റെ ബ്രാൻഡിന്റെ സ്ട്രെങ്ത് ആണത്. ഇന്ത്യ വിഷൻ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സ്ട്രെങ്ത്. ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് എന്താ പറയാ, ഓരോ ജേർണലിസ്റ്റും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ റിപ്പോർട്ടർ എന്ന് പറയുന്നിടത്ത് ക്രൈസിസ്, അത്രയും വലിയ ക്രൈസിസിലായപ്പോ നികേഷ് വേറെ ഒന്നും നോക്കില്ലല്ലോ, പോയി.